സോ ഗൈസ്, ഇതാണ് മട്ടാഞ്ചേരിയിലെ പണ്ടൈസ് ബിരിയാണി ഹോട്ടൽ. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് മട്ടാഞ്ചേരി റോഡ്, മൗലാന ആസാദ് റോഡ്. നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ കഴിച്ചു. ഇവിടുത്തെ വില വിവരണ പട്ടികയാണ്. ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാ ബിരിയാണീസും ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ഇരിക്കാം. പക്ഷേ തീർന്നു പോയി. ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം തീർന്നു. 2:30 മണി ആയിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. അപ്പം ആദ്യം തന്നെ സാലഡും പുളിയും കൊണ്ടുവന്ന് വെച്ചു, ബിരിയാണി വരണതിന് മുമ്പ് തന്നെ. അപ്പോൾ നമ്മുടെ ബിരിയാണിയും വന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിരിയാണി എടുക്കാം ഗൈസ്. കുറച്ചെടുക്കാം പ്ലേറ്റിലേക്ക്. കുറച്ചെന്നല്ല, മൊത്തം കൂടെ എടുക്കാം. പതുക്കെ പോരട്ടെ. പതുക്കെ അങ്ങോട്ട് ബിരിയാണി. ഭയങ്കര ദാഹം ഗൈസ്. ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിക്കണം. എനിക്ക് നല്ല ദാഹമുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ബിരിയാണി. നല്ല ലോങ് റൈസ് ബിരിയാണിയാണ്. ലോങ് റൈസ്, ഇന്ത്യ ഗേറ്റ് റൈസാണ് ഇവർ ഉപയോഗിക്കുന്നത്. ചില ഹോട്ടലുകളിൽ, ചിലതെന്നല്ല, ഒട്ടുമിക്ക ഹോട്ടലിലും കൊച്ചിയിൽ ഞാൻ കണ്ടിരിക്കുന്നത് നേരിയ അരി ആയിരിക്കും ഉപയോഗിക്കുന്നത്, പൊടി അരി ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ലോങ് റൈസ് അരിയാണ് ഉപയോഗിക്കുന്നത്, ഇന്ത്യ ഗേറ്റിൻ്റെയൊക്കെ. നമുക്ക് വെള്ളം കുടിക്കാം കുറച്ച്. നല്ല ദാഹമുണ്ട് കേസ്. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാം. അധികം ചൂടില്ലാത്ത വെള്ളമാണ്, അത് തന്നെ ഭാഗ്യം. ഡ്രിങ്ക് വാട്ടർ. നമുക്ക് ചിക്കൻ കഷ്ണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഗൈസ്. നല്ല ചൂടുണ്ട് കേട്ടോ ചിക്കൻ. പക്ഷെ എന്നാലും എനിക്ക് ഇതിനൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. നമുക്ക് ഒരു പിടി പിടിക്കാം. സാലഡും എടുക്കാം, പുളിയും എടുക്കാം. കുറച്ച് പുളിയുണ്ട് ഇതിൽ. പിടിക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഗൈസ്. കാരണം ലോങ് റൈസാണ്. ഞാൻ ഒട്ടുമിക്ക സമയത്തും ബിരിയാണി, ഇപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ മുമ്പ് ബിരിയാണി കഴിക്കുമ്പോഴൊക്കെ വളരെ കുഞ്ഞി അരിയാണ്, പൊടി അരി എന്നൊക്കെ നമ്മൾ പറയും. ഇത് വളരെ ലോങ് റൈസാണ്. ഇവിടെ എടുക്കാം. ചിക്കന് വരാനൊരു ബുദ്ധിമുട്ട് പോലെ നല്ല കട്ടിയുണ്ട് ചിക്കന്. ഇറച്ചിക്ക് അത്യാവശ്യം കട്ടിയുണ്ട്. ഇച്ചിരി കൂടി ഒന്ന് വെന്തിരുന്നെങ്കിൽ സോഫ്റ്റ് ആയനെ. നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ പുളിയാണ്. കഷ്ണം ഇവിടെ ബീഫാണ് ഞാൻ നോക്കിയത്, പക്ഷെ ബീഫില്ല. കൂട്ടി അല്ല, കഴിഞ്ഞ് ചിക്കൻ എടുക്കും. നമ്മൾ സാധാരണ മറ്റേ കല്യാണ വീട്ടിലൊക്കെ കഴിക്കണം അതേ ബിരിയാണി പോലെ. സെയിം കല്യാണ വീട്ടിൽ കഴിക്കില്ല അതേ ബിരിയാണി. ലോങ് റൈസ്, ദം ബിരിയാണി, കല്യാണത്തിലൊക്കെ കഴിക്കണം സെയിം സാധനം. അധികം എരിവില്ല. മസാലയും പാകത്തിന്, മസാലയാണെങ്കിലും പാകത്തിന്. എന്നാൽ നല്ല മണവും ഫീൽ ചെയ്യുന്നുണ്ട് ബിരിയാണിയിൽ. ചിക്കൻ എടുത്തിട്ട് കൂട്ടി കഴിക്കണം. വളരെ ലോങ് റൈസാണ്. ഇതുണ്ടോ, ലോങ് റൈസാണ്. ലോങ് റൈസ് ബിരിയാണി കുറവാണ് നമ്മളിവിടെ. കൂടുതൽ കല്യാണത്തിൽ ഞാൻ കണ്ടേക്കണം. വീടുകളിൽ ഹോട്ടലുകളിൽ കൂടുതലും പൊടിയരിയാണ് ഉള്ളത്. ജ്യൂസി ഇതും കൂടി കഴിക്കാം. എനിക്ക് ഈ എല്ല് ഭയങ്കര ഇഷ്ടം. ഈ അറ്റത്തുള്ള എല്ല് കേട്ടാ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് എടുക്കാം. ആ ചോറും കൂടി എടുത്തേക്കാം. മൊത്തം അങ്ങോട്ട് തൂത്തിടാം ഗൈസ്. കഴിഞ്ഞ് ഏകദേശം ഒരു വയറ് നിറയാൻ ഉള്ള അത്രയും ബിരിയാണി ഉണ്ട്. ഇത് ഫുൾ ബിരിയാണി. ബാക്കി ഉള്ള എല്ലാം നമുക്ക് എടുക്കാം. നമുക്ക് എന്നിട്ട് കുറച്ച് സാലഡുള്ള അതും കൂടി എടുക്കാം. സാലഡ് ചോദിച്ചാൽ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ വേണ്ട, ഇതൊക്കെ തന്നെ മതി. അതേപോലെ തന്നെ നമുക്ക് ആ പുളിയും കൂടി എടുക്കാം ഗൈസ്. പുളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പുളി സൂപ്പറായിട്ടുണ്ട്. ഈ പുളി നമ്മൾ ഈ കല്യാണ ഇതിലൊക്കെ വിളമ്പണ അതേ സെയിം പുളി തന്നെ. ശരിക്കും ഇവിടെ കാറ്ററിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഡിസ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കാറ്ററിങ്, അതായത് കല്യാണത്തിനൊക്കെ കാറ്ററിങ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ. നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാം ഗൈസ്. മൊത്തം അങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇറച്ചിയും ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ചുണ്ട് ബാക്കി ചിക്കൻ. കഴിഞ്ഞു ആക്ച്വലി.